ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് KSRTCയിൽ സ്ലീപ്പറാണ് ഓട്ടിക്കാൻ പോണത്. അതായത് സ്ലീപ്പർ നല്ല നീളം കൂടിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് പോവാം. പോണ വഴി നമ്മൾ എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ പുറകെ കാണുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇന്ന് ഫുൾ നൈറ്റ് ഡ്രൈവാണ്. പുലർച്ചെ ആകുമ്പോഴേക്കും നമ്മൾ പാസഞ്ചേഴ്സിനെ അവരുടെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവും. KSRTCയിലെ വോൾവോൻ്റെ ഗജരാജാണ് കേട്ടോ വണ്ടി. ഈ ഒരു ട്രിപ്പ് ഈ ഒറ്റ വീഡിയോയിൽ തീരാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ കട്ട് ചെയ്തിട്ടല്ല ലൈവ് ഓടിക്കണ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ 2 പാർട്ടൊക്കെ ആയിട്ടാണ് ഞാൻ ഇടുക. 2 പാർട്ട് കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പാർട്ട്, അതിൻ്റെ അപ്പുറം പോവില്ല. അതുമ്പോഴേക്കും നമ്മൾ പാസഞ്ചേഴ്സിനെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മളിത് വണ്ടി കയറിയതാണ്, അവിടെ ആ പച്ച ലൈറ്റ് കത്തണം, അവിടെയാണ് നമ്മുടെ പാസഞ്ചേഴ്സ് നിൽക്കണത്. അവരിനെ പോയി പിക്ക് ചെയ്യാം. അപ്പോൾ അവരിനെയും കൂടി പിക്ക് ചെയ്ത് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ചെറിയ വഴി കൂടെ വണ്ടി പോയി കുറച്ച് ടാസ്ക്കാണ്. വണ്ടി തട്ടുകയൊക്കെ ചെയ്തു, പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുകയും ചെയ്തു. ചെറിയ സൗണ്ട് കേട്ടില്ല നിങ്ങൾ? ചെറുതായിട്ടൊക്കെ തട്ടണം. ഒന്ന് പതുക്കാനാണ് പോണത്. ഇപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സ് ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാസഞ്ചേഴ്സ് എല്ലാവരും കയറിയിട്ട് അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പുലർച്ചെ ആകുമ്പോഴേക്ക് വരുന്ന ഫോണുകളെ കൊണ്ട് ഇറക്കേണ്ടതാണ്. ഈ വണ്ടിക്ക് നീളം കൂടിയ കൊണ്ട് കുറച്ച് വളക്കാൻ ഓടിക്കാനൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും. സാധാ ബസ് തിരിക്കണ പോലെ തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പോണ വഴി അവിടെ ഇവിടെയൊക്കെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാകും. അതിന് കാര്യമാണ്. സാധാ വണ്ടിയൊക്കെയാണ് ഞാൻ തട്ടാൻ ഓടിക്കാൻ വരുമ്പോൾ ശ്രമിക്കും. ഗൈസ്, നമ്മൾ തുടക്കത്തിൽ തന്നെ 100 കടന്നു സ്പീഡ്. 100, 150, 170 വരെയൊക്കെ നമ്മൾ പോവും. പോണ വഴി ആ സ്പീഡ് ടച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിനെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ? അപ്പോൾ അതേസമയം ഇത് ആക്സിഡൻ്റ് ആവാണ്ട് നോക്കണം. ഇവിടെ നിന്ന് വിചാരിച്ചോടെ തിരിക്കാൻ പറ്റില്ല. അത് നീളം കൂടി വന്ന് ഞാൻ ആദ്യം തന്നെ അതാ പറഞ്ഞത്. ചെറിയ തട്ടലൊക്കെ ഉണ്ടാകും. അവിടെ ചെറിയ ഇടിച്ചിട്ടുണ്ട്.
ഗൈസ് വണ്ടി നിൽക്കുന്നുണ്ട്. ഓ ഗൈസ് ഗേറ്റിട്ടു ഇടിച്ചു ഗൈസ്, ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വണ്ടി നിന്നപ്പോൾ അതിൻ്റെ ഇതേ കയറാൻ വിചാരിച്ചിട്ടുണ്ട്. ഗേറ്റ് ഞാൻ വണ്ടീൻ്റെ സൈഡിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചാണ്. ഗേറ്റിൽ ചെറുതായിട്ട് ഇടിച്ചിട്ടുള്ളൂ. പരമാവധി ഞാൻ ബ്രേക്ക് ഇട്ടു. എല്ലായിടത്തിൻ്റെ സൗണ്ട് കാരണം അപ്പോഴും കുറച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. അതാണ് ഒന്നും കൂടി പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ഒരു വീഡിയോൻ്റെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇവിടെ പമ്പ് കിട്ടിയിട്ടുണ്ട്. ഈ പമ്പിൽ നിർത്താം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ്. ഗൈസ് ഇങ്ങനെ നിർത്താൻ പറ്റില്ല, അപ്പോൾ ഇത് ഗ്യാപ്പുണ്ട്. ഗൈസ് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടാമെന്നൊരു പ്ലാൻ. ഇവിടെ ഗ്യാപ്പിന് കറക്റ്റായിരിക്കും വണ്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്ന ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോസ് നന്നായി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. അതായിരിക്കും ബൈ.